10ാം ക്ലാസ്സിന്റെയും പ്ലസ് ടുവിന്റെയും ഒക്കെ റിസൾട്ട് വന്നില്ലേ? വന്നു. അല്ലെങ്കിൽ 10ാം ക്ലാസ്സിൽ ഇപ്രാവശ്യം വിജയശതമാനം കൂടുതലാന്നാ കേട്ടത്. 10ാം ക്ലാസ്സിലെ കുട്ടികളൊക്കെ പരീക്ഷയ്ക്ക് പോയിന്നേ ഉണ്ടാവുള്ളൂ, വിവരമൊന്നും ഉണ്ടാവില്ല. ഐറ്റിയൊക്കെ ഒന്നും വെറുതെ എന്തോ കുറെ എഴുതുന്നതിനേക്കാൾ അപ്പുറം ഫുൾ A+. അല്ല ബിജി അല്ലേ വരുന്നേ? അല്ല ബിജിയ, ഞങ്ങള് 10ാം ക്ലാസ്സിന്റെ റിസൾട്ടിനെ പറ്റിയൊക്കെ പറയായിരുന്നു. ഇപ്പോ നോക്കി റേനീച്ചി, നമ്മള് ഫുൾ A+ ആയിട്ട് വരുന്ന. അല്ല ബബ്ലി മറന്നുപോയോ? ഇപ്പൊ എന്തിനാ ബബ്ലിയൊക്കെ? അല്ല ഫുൾ A+ അല്ലേ, മറന്നോ? എന്റെ മോളെ എങ്ങനെയാണ് ഞാനൊക്കെ എന്തൊക്കെ വാങ്ങി തരേണ്ടി വരൂ? ഇനി +1 +2 മലയാളത്തില് വലിയ വിവരമില്ലെങ്കിലും ബാക്കി എല്ലാത്തിലും നല്ല വിവരം ഉണ്ടല്ലോ. വിട്ടെടുക്കോ, പൈസ ഇല്ലാത്തതിനെ കൊണ്ടാ. എന്താ വേണ്ടേ മോളെ? ഇയാടൊക്കെ എനിക്ക് ഫുൾ A+ അല്ലേ? 16ാം തീയതി നിങ്ങളെ അപേക്ഷ സ്വീകരിക്കാൻ തുടങ്ങുന്നേ. സയൻസ് മാത്രം ഓപ്റ്റ് ചെയ്താൽ മതി, അതും ബയോളജി സയൻസ് തന്നെ. ചേച്ചി ഓര് പറയുന്നതൊന്നും കേൾക്കണ്ട, ചേച്ചിക്ക് എടുത്താ ഒന്നും എടുത്താൽ മുട്ടേന്ന് വിരിഞ്ഞില്ല, അതിന്റെ മുന്നും എന്റെ നാക്കടെ കിടക്കുന്നതാ. ഓരോ സയൻസുകാർ വരൂ, ഒന്നും കൊടുക്കാൻ തോന്നുന്നുണ്ട് അതിനെ. സയൻസ് എടുക്കുന്നവർക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റി ഉണ്ട് മോളെ. ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് ഇവിടെ തട്ടി. സയൻസ് എടുത്തവരല്ലേ ഇപ്പൊ നേരത്തെ കുത്തിരിക്കണേ. മക്കളോട് എന്തെങ്കിലും നല്ലപോലെ പറഞ്ഞു കൊടുക്കാച്ച അപ്പോഴത്തേക്ക് ഓരോരോ കൊസ്ര വർത്താനം അങ്ങോട്ട്. ഞങ്ങളെ കാര്യം ഞങ്ങൾ നോക്കിക്കോളാം. വലിയൊരു ഉപദേശികൾ വന്നു. 3 വർഷം കഴിഞ്ഞാൽ 10ലെത്തും വീട്ടിൽ ഇവിടെ തന്നെ ഉണ്ടാവില്ലേ? സാറില്ല, ഇതേപോലത്തെ കുറെ എല്ലാ നാട്ടിലും ഉണ്ടാവും. നാട്ടു നടപ്പ് അതൊക്കെ. അല്ലെ ഇപ്പൊ വരൂലേ? കൊണ്ടോന്നോ? കൊണ്ടുപോകുന്നുണ്ട്. എന്നാ ഇപ്പൊ ചിക്കുനെയും കൂട്ടി വരാം. എന്നാ വേഗം വാ. ചിക്കു അങ്ങോട്ട് വരണം, കാണണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിക്കുന്നുണ്ടേന്. എപ്പോഴാ കൊണ്ടുവന്നെന്ന് അറിയില്ലല്ലോ, അതുകൊണ്ടാ ലേറ്റ് ആയത്. എന്നാ വേഗം വാ. ഓക്ക് അത്ര ഇഷ്ടപ്പെട്ടിട്ടൊന്നുമില്ല എന്നാ തോന്നുന്നു. ഇനിയിപ്പോ അതിന്റെ കുളൂസും കൂടെ കാണേണ്ടി വരും. അല്ല നിങ്ങൾ ഇപ്പോഴാണോ വരുന്നത്? ഞാൻ എത്ര നേരം നിങ്ങളെ കാത്തിക്കുന്നു. നിങ്ങൾ ഇരിക്കും, ഞാൻ എടുത്തുകൊണ്ട് വരാം. അല്ല ബിജി, എന്റേക്ക് പേച്ച് എടുത്തോണ്ടുവരാൻ പോയത്? ആർക്കറിയാം ഇപ്പൊ എന്തായിരിക്കുന്നു. ഇത് ഇന്ന് കൊണ്ടുവന്നതാണ്. ഇതിനകത്ത് വറക്കും പൊരിക്കും ഒക്കെ ചെയ്യാം. ഇതാപ്പം ഇതിന്റെ വീട്ടിൽ എന്നോ ഉണ്ട്. ഇതിന്റെ പേര് എയർ ഫ്രയർ എന്നാ. ഈ വറുക്കാൻ പൊരിക്കാനൊക്കെയാണ് ചീഞ്ചട്ടി അടിച്ചാ പോരെ. ആ സാധനത്തിന്റെ പേര് പോലും പറയാൻ കിട്ടുന്നില്ല. അതൊന്നും ഇവിടെ കൊണ്ട് വെക്കി. ചീഞ്ചട്ടി വാങ്ങാൻ പറ്റുന്ന ചീഞ്ചട്ടി വാങ്ങിക്കോളി. ഞാൻ വാങ്ങിയത് എയർ ഫ്രയറാ. ഏട്ടന് എണ്ണ മെഴുക്കൊന്നും പറ്റാഞ്ഞിട്ടാ. എയർ ഫ്രയർ എന്നൊന്നും അല്ല, എയർ ഫ്രയർ എന്നായാലും പറയാം. ഞാൻ കുറേ കാലമായിട്ട് ഇത് ഉപയോഗിക്കുന്നുണ്ട്. എൻ്റെ കുട്ടിക്കാലം തൊട്ട് ഞാൻ ഈ സാധനം കാണുന്നുണ്ട്. അമ്മ ചെറിയ കുട്ടിയാകുമ്പം തൊട്ട് കഞ്ഞി വരെ ഉണ്ടാക്കി തന്നത് ഈ എയർ ഫ്രയറിനകത്താണ്. ഞങ്ങളേല് ഞാൻ കഞ്ഞിയൊന്നും ഉണ്ടാക്കൂല, ഇതിനകത്ത് പച്ച തൂക്കൂലേ. ഒന്ന് കണ്ടു നോക്കി നിങ്ങള്. കൊറേ ടെക്നോളജി ഒക്കെ ഉള്ളതാ. ഇത് നോക്ക് പിച്ചി, ഇതിനെന്താ കണ്ണും മുക്കൊക്കെ ഉണ്ടോ? ഇതെന്ന് വാങ്ങിയാൽ ഇതിന്റെ കറക്റ്റ് കാര്യങ്ങൾ എനിക്ക് അറിയില്ല. ഞാൻ പറഞ്ഞില്ലേ ഇനിയോ? ഇത് കണ്ണും മൂക്കും ഒന്നും അല്ലടോ. ഇത് ഇങ്ങനെ അങ്ങോട്ട് ഓടിയിട്ട് ഞാനിത് എന്തോ സുഖല്ലേ. ശരിക്കും കഞ്ഞി ഉണ്ടാക്കാൻ പറ്റുമോ? ഞാൻ വെറുതെ തള്ളിയല്ലേ.